നമ്മുടെ ഒരു മനുഷ്യന് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ലോകത്ത് പല സ്ഥലങ്ങളെ ബ്ലൂ സോൺ സ്ഥലങ്ങളായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സാർ ഇപ്പോൾ ഒത്തിരി രാജ്യങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. എന്താണ് ആക്ച്വലി ഈ ബ്ലൂ സോൺ കൺട്രീസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? ബ്ലൂ സോൺ കൺട്രീസ് അല്ല, ബ്ലൂ സോൺ ആയിട്ട് പ്രഖ്യാപിക്കാത്ത പ്രദേശങ്ങളാണ്. അതിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ലോങ്കിറ്റിവിറ്റി ഉള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലം എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ജപ്പാനിൽ തന്നെ ഒക്കിനാവ പറയുന്ന സ്ഥലമാണ്. കുറേ കാലം, ഒരു 10-20 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു 2000-ഓളം ആ പീരീഡിലാണ് നടത്തിയ ഒരു സർവേയിൽ 2004 നടത്തിയ ഒരു സർവേയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ഹെൽത്തി ആയിട്ട് മനുഷ്യൻ ജീവിക്കുന്നത്, അതായത് 100 വയസ്സിന് മേലോട്ടാണ് അവിടുത്തെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നത്. ഹെൽത്തി ആയിട്ട് ജീവിച്ചിരിക്കുന്നു എന്നല്ല, വീണ്ടും ഹെൽത്തി ആയിട്ട് ജീവിച്ചിരിക്കുന്നത്. അപ്പം ഹെൽത്തി ആയിട്ട് ജീവിച്ചിരിക്കുന്നതിനെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തിയപ്പോഴാണ് ഇങ്ങനെ ഈ 5 പ്രദേശങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതെന്ന് പറയാവുന്ന രീതിയിൽ ജപ്പാനിലെ ഒക്കിനാവയാണ്. സർദീനിയ പറയുന്ന സ്ഥലം ഇറ്റലിയിലുണ്ട്, പിന്നെ കോസ്റ്ററിക്കയുണ്ട്, അമേരിക്കയിലെ US കാലിഫോർണിയ അടുത്തുള്ളൊരു സ്ഥലമുണ്ട്. അങ്ങനെ 5 സ്ഥലങ്ങളുണ്ട്. അപ്പം ഇവിടെ നടത്തിയ പഠനത്തിൽ പറയുന്നത്, ഒക്കിനാവയിലൊക്കെ പറയുന്നത് ഒരു 2000-ഓളം ആൾക്കാരെ ഇവിടെ താമസിക്കുന്നു മൊത്തത്തിൽ. അതൊരു എല്ലാം ഇതൊരു ജപ്പാനിലെ ഐലൻഡുകളാണ്, ചെറിയ ചെറിയ പ്രദേശങ്ങളാണ്. പക്ഷേ ഇവരുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് അവിടെയുള്ള ഈ മുഴുവൻ ആൾക്കാർക്കും പരസ്പരം അറിയാം. ഓക്കെ, കുറച്ച് ആൾക്കാർ. പിന്നെ അവർ വളരെ ഇൻ്ററാക്റ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. സോഷ്യൽ ക്രീച്ചേഴ്സാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ പറയും വളരെ കുറച്ച് 2000 പേര് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരല്ല. നമ്മുടെ വീട് നമ്മളിപ്പം ജീവിക്കുന്നതിൻ്റെ അടുത്ത് ഉള്ള ആൾക്കാർ 2000 പേരെ നമുക്കറിയാമോ? അപ്പോൾ അവരുടെ ഈ ലോഞ്ചിവിറ്റിക്ക് കാരണം എന്തായിരിക്കും? ഈ ഭക്ഷണമാണോ, അതോ അവരുടെ ജിയോഗ്രഫി ആണോ, അതോ അവരുടെ ഭക്ഷണ രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെല്ലാവരും അവരുടെ അധ്വാനിച്ച് ജീവിക്കാൻ എന്തെങ്കിലും ഒരു കായികമായ ഒരു അധ്വാനമോ ഒരു കൃഷിയോ കാര്യങ്ങളോ ചെയ്തിരിക്കും. എല്ലാ ദിവസവും നടന്ന് യാത്ര ചെയ്യുന്ന, എക്സസൈസ് ആയിട്ടും അല്ലാതെയും ഡെയിലി നിത്യജീവിതത്തിൽ നടക്കുന്നവരാണ്. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു കിടക്കുന്നു. അതിപ്പോഴും നല്ല, എപ്പോഴും അവർ കൊണ്ട് നടക്കുന്നത്. അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അവർ ചെയ്യുന്നതും അവർ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനും, കുറച്ച് ഭക്ഷണം കഴിക്കാനും. അത് ജാപ്പനീസ് ഫുഡ് സ്റ്റൈലിൽ തന്നെ പറയുന്നത് 80% കൂടുതൽ വയറ് നിറയാൻ പാടില്ല. 80% റൂൾ എന്തോ. ഓക്കെ, അത് ജാപ്പനീസ് ഫുഡ് ഹാബിറ്റിന്റെ തന്നെ പാർട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തീരത്തിനടുത്തായിട്ടുള്ള ഒരു ഐലൻഡ് പണ്ട് മുതൽ കേൾക്കാറുണ്ട്. അതായത് അവിടെ ഇന്നേവരെ നമ്മുടെ നാട്ടിലുള്ള യന്ത്രങ്ങളെ പറ്റിയോ ഇന്റർനെറ്റിനെ പറ്റിയോ ഒന്നും യാതൊരു ഐഡിയ ഇല്ലാത്ത, ഇപ്പോഴും ആദിവാസി അതേ രൂപത്തിൽ ട്രൈബ്സ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അതെ, അങ്ങനെ ഉണ്ട് എന്നുള്ളത് കുറേ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ട് അങ്ങനെ ജീവിക്കുന്നവരാണോ, അതോ ഇതവരുടെ അവരിങ്ങനെ ജീവിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ അങ്ങനെ അവരവരുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട്. ഇപ്പം ജപ്പാനൊക്കെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ജപ്പാനല്ല ഈ പറഞ്ഞ സർദീനിയ, ഇറ്റലിയുടെ പാർട്ടാണ്, അമേരിക്കയുടെ പാർട്ടാണ്, മറ്റേ സ്ഥലം കോസ്റ്ററിക്ക, ഇതെല്ലാം ഉണ്ടല്ലോ. അതെ, സിവിലൈസ്ഡ് കൺട്രീസാണ് എല്ലാം. അപ്പം അവരതുകൊണ്ടല്ല, അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു കൾച്ചറാണ്, അതൊരു കൾച്ചറിൻ്റെ പാർട്ടാണ്. അപ്പം അവർക്ക് കൃഷിയുണ്ട്, അവർ ആഹാരം കഴിക്കുന്നുണ്ട്, ആഹാരം കഴിക്കുന്നതിന് കൺസെപ്റ്റ് ഉണ്ട്, നടക്കും, അവർ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ ഫാക്ടറാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ, കാരണം ഇത് നമുക്ക് അപ്പുറത്തുള്ള ആൾക്കാരോട് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരെ എല്ലാ ദിവസവും കാണുന്ന ഒരാളും കാണാത്ത ഒരാളും തമ്മിൽ വലിയ വ്യത്യാസം. അവർ കുറേ സംസാരിക്കും, ചിരിക്കും, അല്ലേ? ഈ പറഞ്ഞ പോലെ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമാണ് അവർ കഴിക്കുന്നത്. മാത്രം എന്നില്ല, പക്ഷെ അവര് അതും ജീവിതത്തിന്റെ ഒരു പോളിസിയാണ്. അവർ അധ്വാനിക്കണം, ഉണ്ടാക്കണം. നമ്മുടെ ഇപ്പം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നുള്ള നാച്ചുറോപ്പതി, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന കാര്യം മലിനമാക്കുന്നത് മുഴുവൻ നമ്മുടെ ഈ വായിലൂടെ അകത്ത് ചെല്ലുന്ന സാധനമാണ്. ഏറ്റവും കൂടുതൽ അത് മാത്രമാണ് നമുക്കുണ്ടാകുന്ന, ശരീരത്തിനുണ്ടാകുന്ന വളർച്ചയും തളർച്ചയും പ്രശ്നങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും കാരണം വായിലൂടെ നമ്മൾ രുചികരമായി കഴിക്കുന്ന പല ആഹാരങ്ങളും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പം നാച്ചുറോപ്പതി പറയുന്നതും ഇത് തന്നെ, ലിവിങ് ത്രൂ ദ നേച്ചർ
എന്നാണ് പറയുന്നത്. ലിവിങ് വിത്ത് ദ നേച്ചർ, ലിവിങ് ത്രൂ ദ നേച്ചർ. അപ്പോൾ ഇത് തന്നെയാണ് അവരൊക്കെ ചെയ്യുന്നത്. നമ്മൾ നേച്ചറുമായിട്ട് ചേർന്ന് ജീവിക്കുക, സൊസൈറ്റിയുടെ ഭാഗമാകുക. നമുക്ക് ഫിസിക്കൽ നമ്മുടെ നാട്ടിൽ അതൊക്കെ എത്രമാത്രം പോസിബിൾ ആണ്? നമുക്കിനി അതുപോലൊരു ബ്ലൂ സോൺ ആക്കി എടുക്കാൻ പറ്റുമോ നമ്മുടെ നാടിനെ? നമ്മുടെ ഒരു നാടിനെ മൊത്തം ഒന്നും പറ്റില്ല. അവർ പറയുന്ന 2000 പേരും 5000 പേരും അല്ല 4000 പേരും ഒക്കെ ഉള്ള ചെറിയ, അതുകൊണ്ട് ആ പ്രദേശം എന്ന് പറഞ്ഞതിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത കാര്യം, രാജ്യം എന്ന് പറയാൻ പാടില്ല, പ്രദേശമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതെ, ആ സ്ഥലങ്ങളിൽ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് പോയിട്ട് ജീവിക്കാൻ പോകാം, അത് പോകാം. പക്ഷെ നമ്മൾ ഇതൊന്നും റെസ്ട്രിക്റ്റഡ് ഏരിയാസ് അല്ല, അവരവരുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ഇതെടുത്തു. ഇതോടെ നമ്മുടെ നാച്ചുറോപ്പതി പോലെ ലിവിങ് വിത്ത് നേച്ചർ എന്നുള്ള ഒരു പോളിസി. അത് ഇത് ഇതിനെക്കുറിച്ച് വായിച്ചത് മനസ്സിലാക്കിയത്, ഈ ഒരു മാപ്പിൽ ഈ ഒരു പ്രദേശങ്ങൾ മാർക്ക് ചെയ്തപ്പം ബ്ലൂ പെൻ ഉപയോഗിച്ചാണ് മാർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ബ്ലൂ സോണിന്റെ പേര് വരിക. അപ്പം നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഇനിയിപ്പോൾ ഈ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത് പോസിബിൾ ആണെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അത് പോസിബിൾ ആവും. അതായത് ജപ്പാനിൽ നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ നടക്കാൻ പറ്റില്ല എന്നില്ല. അപ്പം ആ രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസും ഒക്കെ കറക്റ്റാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ 100 വർഷം ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ള സ്ഥലമുണ്ട്. അല്ല, ഉറപ്പായിട്ട് പറ്റുമല്ലോ. ഇപ്പം നിങ്ങൾ തന്നെ അടുത്ത കാലത്ത് നിങ്ങളിവിടെ ഷോ ഇത് കൊണ്ടുവന്ന നമ്മുടെ സജീവ് നായർ, അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താ, 80 വർഷം വരെ ഹെൽത്തി ആയിട്ട് ഒരു വ്യക്തിക്ക് ലോകത്തിൽ ജീവിക്കുന്നതിന് ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അല്ല, ഏതാണ്ട് പോളിസികളാണ്. നമ്മുടെ ഒരു മനുഷ്യന് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഒരാൾക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വരുന്നത്, അല്ലേ? ഇത് 3 വന്നു കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം തോൽപ്പിക്കുന്നത്. ഇത് ബേസിക് ഇപ്പം കോമൺ ആണല്ലോ, കുഴപ്പമില്ലാതെ പറയുന്ന കാര്യങ്ങളാണ്. അതെ, പക്ഷെ അതിനെപ്പറ്റി പറയുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണെന്നാണ് പറയുന്നത്, അല്ലേ? ഇതിനെല്ലാം വിളിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ വ്യക്തിയും കേരളത്തിലെ നമ്മുടെ ഈ ഷോ കാണുന്നുള്ള ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്, അല്ലേ? ഞാൻ പറയുന്നതല്ല കേട്ടോ, മെഡിക്കൽ സയൻസ് പറയുന്നത് അങ്ങനെയാണ്. അപ്പം മെഡിക്കൽ സയൻസ് പറയുന്നു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഇതിനെ 3 നിങ്ങൾക്ക് 80 വയസ്സ് വരെ ഉണ്ടാകാതൊന്നും മാറ്റി വെച്ചുകൂടാ? അത്രമാത്രം ചിന്തിച്ചാൽ മതി. വന്നിട്ട് മരുന്ന് കഴിക്കുന്നതിലും എന്തുകൊണ്ട്? അതെ, അത് നിങ്ങൾ 20ലും 25ലും ഒക്കെ തൊട്ട് നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ആഹാരം കഴിക്കുക മാത്രമല്ല, എക്സസൈസും ഉണ്ട്. മനസ്സിലായത് നോക്കി ആഹാരം കഴിക്കണം, ആഹാരമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ ചെയ്തു പോയി നിങ്ങൾക്ക് ഇതിനെ 3 മാറ്റി വെക്കാൻ പറ്റിയാൽ അവിടെ തൊട്ട് നിങ്ങൾ ബ്ലൂ സോണിലായി. നമ്മളൊരു കോളേജോ അല്ലെങ്കിൽ +1 +2 കാലഘട്ടം മുതലെങ്കിലും കുട്ടികളെ അങ്ങനെ ശീലിപ്പിച്ചെടുക്കണം. അതായത് സജീവ് നായർ പറയുന്ന ഓരോ കാര്യമാണ്. ഇപ്പൊ എല്ലാം മാറ്റി പച്ചക്കറി കഴിക്കാന്ന് വെച്ചാൽ അതിലും വിഷമാണ്. അല്ല, പച്ചക്കറി കഴിക്കുന്നു, ഞാൻ പറഞ്ഞ ആഹാരം കഴിക്കുന്ന ഒന്നിലും ചിലപ്പോൾ കുഴപ്പം കാണില്ല. അതിൻ്റെ ക്വാണ്ടിറ്റി ബാക്കിയുള്ള നമ്മുടെ ആക്ടിവിറ്റീസ്. അതായത് ഈ നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഓണത്തിന് നമ്മൾ സദ്യ കഴിക്കുമ്പോൾ ആദ്യം ഇത്രയും കൂട്ടാൻ ഇട്ടിട്ട് ചോറിടാൻ കുറച്ച് സ്പേസേ കാണത്തുള്ളൂ. കുറച്ച് സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു തവണ സാമ്പാർ ഒഴിച്ച് കഴിക്കും, പിന്നെ പരിപ്പ് ഒഴിച്ച് കഴിക്കും, പിന്നെ അതിനല്ല ശരിക്കും സദ്യ വെച്ചിരിക്കും. ഇത്രയും ചോര നീ കഴിക്കാവൂ, ഇത്രയും കൂട്ടാൻ വെച്ച് ഒരു തവണ കഴിച്ചാൽ മതി. പക്ഷെ അത് നമ്മൾ കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വയറ് നിറച്ച് കഴിച്ച് നമ്മൾ മത്തായി കിടന്ന് ഉറങ്ങുന്ന ഒരു രീതിയിലൊക്കെ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ ഫീൽ കിട്ടുന്നത്. അതാണ് ഒരു കൾച്ചറൽ രീതി എന്നത്. ആ കൾച്ചർ മാറ്റുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അതിനുള്ള മോട്ടിവേഷൻ, അതിനുള്ള ഇപ്പം നമ്മൾ അസുഖങ്ങൾക്ക് ചികിത്സിക്കാൻ നമ്മൾ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്, അല്ലേ? ഹോസ്പിറ്റലിൻ്റെ അകം നരകവും പുറം സ്വർഗവുമാണ്. കാണും ഭയങ്കര രസമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം പേര് പറയുന്നില്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വൈഫും മോനുമായിട്ട് പോയി. അപ്പോൾ അവിടെ പോയി ഇറങ്ങി ഞങ്ങൾ വെളിയിൽ നിൽക്കുമ്പോൾ ഡ്രൈവർ വരാൻ വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മോനോടും വൈഫിനോടും പറഞ്ഞ കാര്യമാണ്, കണ്ടല്ലോ എത്ര നല്ല ലാൻഡ്സ്കേപ്പിങ്, എത്ര മനോഹരമായിട്ടിട്ടേക്കുന്നു, ആ ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. പക്ഷേ അകത്ത് മുഴുവൻ പ്രശ്നങ്ങളാണ്. അപ്പം ഇതാണ് ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. നമ്മൾ
ആ നരകത്തിൽ കയറാതെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമുക്ക് ഈ 3 അസുഖങ്ങളെ ആദ്യം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്ന് മെഡിക്കൽ സയൻസ് പറയുന്ന കാര്യങ്ങളെ വെളിയിൽ നിർത്താൻ പറ്റുക. അത് പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൂ സോണിൻ്റെ ഒരു പരിധിയിലെത്തി. പിന്നെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. പറ്റും.